ഇന്ന് നമ്മൾ ഓണം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പായസമാണ് കേട്ടോ. പൈനാപ്പിൾ പ്രഥമനാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണത്. ഇപ്പം ഞാനൊരു പൈനാപ്പിൾ എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ പൈനാപ്പിളാണ്. നമുക്കതിൻ്റെ തൊലി അങ്ങ് ചെത്തിക്കളയാം. പൈനാപ്പിൾ എടുക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നല്ല പഴുത്ത പൈനാപ്പിൾ എടുക്കണം. പച്ച പൈനാപ്പിൾ എടുക്കരുത്. പുറമെ പച്ച കളറൊക്കെ ഉണ്ടാവില്ലേ, അതെടുക്കരുത്. തൊലി ചെത്തിയതിന് ശേഷം അതിൻ്റെ ആ കണ്ണുണ്ടല്ലോ അതെല്ലാം ഒന്ന് കുത്തി അങ്ങ് എടുത്ത് കളയാം. കത്തിയുടെ അറ്റം വെച്ചിട്ടും അല്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടും ഒക്കെ കുത്തി കളയാം. അതിൻ്റെ നടുഭാഗം ഒന്ന് ചെത്തിക്കളയാണ്. എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. അപ്പോൾ ഇത് മുറിച്ചെടുത്തിട്ടുണ്ട്. മുറിച്ചെടുത്ത കഷ്ണങ്ങൾ എത്രയുണ്ടെന്ന് പറയാം. നല്ല ഏകദേശം ഒരു അളവ് കിട്ടുമല്ലോ. 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 3/4 കപ്പും കൂടി ഉണ്ട്. 1.25 കപ്പുണ്ട്. 2 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യൊന്ന് ഉരുകിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അത് ഈ പൈനാപ്പിളിൻ്റെ കഷ്ണങ്ങൾ നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. ആ സമയത്ത് തന്നെ നമുക്ക് അടുത്ത അടുപ്പിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് പത്തിരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത പത്തിരിപ്പൊടിയാണ്. നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന പത്തിരിപ്പൊടിയില്ലേ, ഇടിയപ്പപ്പൊടി എന്നൊക്കെ പറഞ്ഞിട്ട് അത് മതി. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. കട്ടകളൊക്കെ മാറി നല്ല സ്മൂത്ത് ബാറ്റർ ആവുന്ന സമയത്ത് നമുക്ക് തീ കത്തിച്ചു കൊടുക്കാം. എന്നിട്ട് തീ കത്തിച്ചിട്ട് നമുക്കിത് നന്നായിട്ട് പെട്ടെന്ന് അങ്ങ് തിളക്കുമ്പോഴത്തേക്കും കുറുകി വരും. നല്ല തിക്കായി വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് ടൈറ്റ് ആക്കി എടുക്കാം. നമ്മൾ സാധാരണ ഇടിയപ്പത്തിനൊക്കെ കുഴക്കില്ലേ, അതുപോലെ അതിനെ കഴിഞ്ഞ് ഇച്ചിരിയും കൂടെ ടൈറ്റ് ആക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് ടൈറ്റ് ആവും കേട്ടോ. അപ്പോൾ അത് മതി. നന്നായിട്ട് ഉരുണ്ട് വന്നിട്ടുണ്ട്. ഇതാണ് പരുവം. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതവിടെ ഇരുന്നൊന്ന് തണുത്ത് വരട്ടെ. ഒരുപാട് തണുക്കൊന്നും വേണ്ട. ആ വലിയ ചൂടൊന്ന് മാറിയാൽ മതി. അപ്പോൾ നമ്മുടെ പൈനാപ്പിൾ അത്യാവശ്യം ഒന്ന് നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അതിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് വറ്റി കുറച്ച് നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം മാവ് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഒരുപാട് തണുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കതിൽ നിന്ന് ഓരോ ചെറിയ ചെറിയ ഉരുളകളെടുത്തൊന്ന് ഉരുട്ടി അങ്ങ് വെച്ച് കൊടുക്കാം. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഇങ്ങനെ കൊടുക്കാം. അവരൊക്കെ ഇങ്ങനെ വന്ന് ഉരുട്ടി വെക്കാൻ അവർക്കൊക്കെ ഇഷ്ടമായിരിക്കും. ചെറിയ ഉരുളകളാക്കണേ. വലിയ ഉരുളകളാക്കിയ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. കഴിയുന്നത്ര ചെറിയ ഉരുളകളാക്കി കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഉരുട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒരു പാനിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു ഉണ്ട ശർക്കരയാണ് കേട്ടോ ചേർക്കുന്നത്. ഇപ്പോൾ ഒരു 300 ഗ്രാമൊക്കെ ഉണ്ടാവും. 250-300 ഗ്രാമൊക്കെ മതിയാകും. നമുക്ക് ജസ്റ്റ് ഒന്ന് കുത്തി പൊട്ടിച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് ഒന്ന് അടുപ്പത്ത് വെച്ച് ഉരുക്കിയെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് നമ്മൾ പൈനാപ്പിൾ ഒന്ന് ഇളക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്ക് അടച്ചങ്ങ് വെക്കാം. നന്നായിട്ടൊന്ന് വെന്ത് വരണം. നമ്മളെടുത്ത് ഞെക്കി നോക്കി ഒന്ന് കടിച്ച് നോക്കിയാൽ നന്നായിട്ട് വേവണം. ഇച്ചും കൂടെ ഒന്ന് ഇരിക്കട്ടെ. അടച്ചു വെച്ച് കൊടുക്കാം. അപ്പോൾ പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് അരിച്ചൊഴിച്ചു കൊടുക്കാം. നമുക്ക് ശർക്കരയുടെ അളവ് മനസ്സിലാവുന്നില്ല, സംശയമുണ്ട്, മധുരം കൂടി പോകുമോ എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് അവസാനം ബാക്കി മധുരം നോക്കി കുറവാണെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ മുഴുവനായിട്ടും ഒഴിച്ചിട്ടുണ്ട്. അതൊന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് അടുത്ത അടുപ്പിലേക്ക് 1 കപ്പ് വെള്ളം പാനിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ആ തിളച്ച വെള്ളത്തിനകത്തോട്ട് നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ അങ്ങ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇട്ടപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അത് തിളച്ച് വരും. തിളച്ച് നന്നായിട്ട് വന്നിട്ടുണ്ട്. കുറച്ച് സമയം ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്കും അതൊന്നുകൂടെ ഒന്ന് വെന്ത് കുറച്ച് കട്ടിയായിട്ട് വന്ന് വരും. അത് മതി. ശർക്കര പാനിയും തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ശർക്കര പാനി കിടന്ന് ഈ ഉണ്ടകളും പൈനാപ്പിളും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. ആ ശർക്കര പൈനാപ്പിളിലേക്കും പൈനാപ്പിളിൻ്റെ ഫ്ലേവർ ആ ഉണ്ടയിലേക്കും ഒക്കെ പിടിക്കും. നമുക്ക് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു വലിയൊരു തേങ്ങയാണ് കേട്ടോ. ചെറിയ തേങ്ങയാണ്. 2 തേങ്ങയൊക്കെ എടുക്കാം. ഏകദേശം ഒരു 4 കപ്പൊക്കെ തേങ്ങ ഉണ്ടാകും. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചിട്ട് പാലെടുത്ത് വെക്കാം. ഒരു 1.5 കപ്പ് 3-ാം പാൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പത്തിരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടയാക്കാൻ എടുത്ത പത്തിരിപ്പൊടിയില്ലേ, അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ശർക്കരയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഈ കലക്കി വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. അതവിടെ ഇരുന്നൊന്ന് തിളച്ച് വരട്ടെ. ഇതിൽ കുറച്ച് തേങ്ങ വേണം കേട്ടോ. നമ്മൾ ശർക്കരയൊക്കെ ഒഴിച്ച് ഉണ്ടാക്കുന്ന പായസമല്ലേ, അപ്പോൾ അതിൽ തേങ്ങ കൂടുതലുണ്ടെങ്കിലാണ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 കപ്പ് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. പൈനാപ്പിൾ പായസം ഇതുപോലെ ഉണ്ടാക്കാറുണ്ടോ നിങ്ങൾ? നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പായസമാണിത്. 2-ാം പാൽ ഒഴിച്ചതും നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കുള്ളൊരു 1/2 കപ്പ് 1-ാം പാലാണ്. നല്ല കുറുകിയിരിക്കുന്ന 1-ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. 1-ാം പാൽ എടുക്കുന്ന സമയത്ത് നമ്മൾ തേങ്ങാ പാലെടുക്കാനായിട്ട് തേങ്ങയിൽ ശകലം മാത്രം വെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ള 1-ാം പാൽ എടുത്ത് അങ്ങ് മാറ്റി വെക്കും. അതിനുശേഷം കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് അരച്ചിട്ട് അതൊന്നും പിഴിഞ്ഞെടുത്ത് 2-ാം പാലെടുക്കും.
പിന്നെ ഉള്ളത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് 3/4 പാൽ എടുക്കും. അങ്ങനെയാണ് എടുക്കുന്നത്. അതാകുമ്പോൾ നമുക്ക് തേങ്ങയിൽ നിന്ന് പാല് മുഴുവൻ നമുക്ക് പെട്ടെന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. എല്ലാവരും ചെയ്യുന്നതായിരിക്കും, അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ. 1/4 പാൽ ഒഴിച്ചതിന് ശേഷം ഒരുപാട് സമയം അങ്ങ് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു തിള വന്നാൽ മതി. ഇത് ഞാൻ കുറച്ച് ചുക്കെടുത്ത് ജസ്റ്റ് ഒന്ന് കുത്തി പൊടിക്കുന്നുണ്ട്. അപ്പോൾ അതാ കുത്തി പൊടിച്ചത് ഒരു 2 ടീസ്പൂൺ എടുത്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ ഡയറക്റ്റ് ഇടുമ്പോഴത്തേക്ക് അതങ്ങ് പെട്ടെന്ന് പൊടിഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഒന്ന് കുത്തി പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്കൊരു 1/2 ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകമില്ലേ, അതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒരു 4 ഏലക്ക, അതും കൂടെ തൊലി പൊളിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ പെട്ടെന്നൊന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയാണ്. അതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടങ്ങ് പൊടിച്ചെടുക്കാം. ആ പൊടിച്ചെടുത്തത് മുഴുവനായിട്ട് നമുക്കിതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. നല്ലൊരു മണമാണ് ഇതിൽ വരുന്നത്. ഊഹിക്കാൻ പറ്റുന്നുണ്ടാവുമായിരിക്കുമല്ലോ, കാരണം ആ പൈനാപ്പിളിൻ്റെയൊക്കെ ഒരു പ്രത്യേക സ്മെല്ലാണ്. ഇനി നമുക്കൊരു കടായി അടുപ്പത്ത് വെച്ച് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ടുണ്ട്, അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കിസ്മിസും കൂടെ ഇട്ട് അതും ഒന്ന് വീർത്ത് വന്നിട്ടുണ്ട്, അത് നമുക്ക് ഇങ്ങനെ എടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ തേങ്ങാക്കൊത്ത് പായസത്തിലൊക്കെ അടിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയല്ലേ. ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പിടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അത് നല്ല കുറച്ചൊന്ന് ബ്രൗൺ കളറായി വന്നിട്ട് ഒരുപാട് കരിഞ്ഞു പോകരുത് കേട്ടോ, അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അത് മതി. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും റൈസിൻസും ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് അങ്ങ് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത്രയേ ഉള്ളൂ, നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കുമ്പോൾ മനസ്സിലാവില്ല കേട്ടോ ഇത് എന്ത് പായസമാണെന്ന്. പൈനാപ്പിളിൻ്റെ ആ ഒരു ഫ്ലേവർ ചെറുതായിട്ടേ വരുന്നുള്ളൂ. പുളിയോ കുത്തലോ അങ്ങനത്തെ ഒന്നുമില്ല, എല്ലാം കൂടെ ബ്ലെൻഡായിട്ട് നല്ലൊരു ഫ്ലേവറാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ കപ്പിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റാണ്. പൈനാപ്പിളിൻ്റെ ഒരു പുളിയോ കുത്തലോ അങ്ങനെയൊന്നുമില്ല കേട്ടോ, നല്ലൊരു ടേസ്റ്റാണ്. ഉണ്ട കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട്. അതിൽ ശർക്കരയുടെ മധുരവും പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവറും എല്ലാം കൂടെ വന്നിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഇത് നമുക്ക് സദ്യയിൽ ഇലയിൽ ഒഴിച്ചിട്ടും കഴിക്കാം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഒരു വെറൈറ്റി പ്രഥമൻ ആണ്. എപ്പോഴും നമ്മൾ പരിപ്പ് പായസവും അടപ്രഥമനും ഒക്കെ അല്ലേ വെക്കുക, അതിന് പകരമായിട്ട് നമുക്ക് പുതിയൊരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എല്ലാവർക്കും ഹാപ്പി ഓണം. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.